ഹായ്, എസ് ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് പ്രണയത്തിലെ 5 സത്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പലർക്കും മനസ്സിലാകാത്ത കുറേ ആളുകളുണ്ട്. അതായത് ശരിക്കും പ്രണയം എന്താണ്, അല്ലെങ്കിൽ പ്രണയത്തിലുള്ള സത്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്നും അറിയാതെ മിഥ്യാധാരണയോട് കൂടിയിട്ട് പ്രണയിക്കുന്നവരുണ്ട്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമാണ് ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് യഥാർത്ഥമായ പ്രണയമാണോ, അല്ലെങ്കിൽ ഒരു പ്രണയ ജീവിതം എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം എന്തൊക്കെയാണ് പ്രണയത്തിൻ്റെ ആ 5 ഹാർഡായിട്ടുള്ള സത്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, എപ്പോഴും ആളുകൾ എങ്ങനെയാണെന്ന് അറിയോ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അവർ ടൈം സ്പെൻഡ് ചെയ്യുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രമേ സമയം സ്പെൻഡ് ചെയ്യുള്ളൂ. ഇപ്പം നമ്മളെ റിലേഷൻഷിപ്പിലും അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളൊരു ആവശ്യമാണെങ്കിൽ, മീൻസ് നിങ്ങളെ അവർക്ക് ആവശ്യമാണ്, അവരുടെ ലൈഫിൽ നിങ്ങൾ അവരുടെ കൂടെ വേണം എന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്, ഇപ്പോൾ പ്രണയത്തിലാണെന്നൊക്കെ പറയണ്ടാവും, എന്നിട്ട് രാവിലെ മുതൽ രാത്രി വരെ കോളും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. കോളില്ല, മെസ്സേജില്ല, അന്വേഷണമില്ല, ഒന്നുമില്ല. പക്ഷെ രാത്രി 11 മണി കഴിഞ്ഞാൽ അവർ മെസ്സേജ് അയക്കാനും വിളിക്കാനും തുടങ്ങും. കാരണം എന്താണ്, അവർക്ക് ആ സമയത്ത് നിങ്ങളെ ആവശ്യമുണ്ട്. അവരുടെ കാര്യങ്ങൾ പറയാനായിട്ട് ആ സമയത്താണ് അവർക്ക് നിങ്ങളെ ആവശ്യമുള്ളത് എന്നുള്ളതാണ്. അതൊരിക്കലും നല്ലതാണെന്ന് ഞാൻ പറയില്ല. ബാക്കിയുള്ള ഇപ്പോൾ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പകൽ സമയത്ത് ഫോൺ എടുക്കാനേ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് ആ സമയത്തെ വിളിക്കാൻ പറ്റുള്ളായിരിക്കാം. പക്ഷെ അങ്ങനെ അല്ലാതെ പകലും ഒക്കെ ഫ്രീ ആണ്, എന്നാലും രാത്രി ഈ സമയം കഴിഞ്ഞിട്ട് വിളിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അവരുടെ ചിന്തയും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളും മീൻസ് മോശമായിരിക്കാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, അതായത് അവരുടെ ഇഷ്ടങ്ങൾ നടക്കാനും അവരുടെ ആവശ്യങ്ങൾ നടത്താനും വേണ്ടി മാത്രമേ ആളുകൾ അവർക്ക് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുള്ളൂ എന്നുള്ളത് ഒരു സത്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ വിചാരിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരാളെ പ്രണയത്തിലാക്കാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ വിചാരിക്കുകയാണ്, ഞാൻ ആ ഒരാളെ അല്ലെങ്കിൽ അവളെ ഞാൻ പ്രണയത്തിൽ വീഴ്ത്തിയിരിക്കും, അല്ലെങ്കിൽ അവളെന്നെ പ്രണയിച്ചിരിക്കും ഉറപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രണയിക്കാൻ പോവുകയാണ്. നമ്മൾ വിചാരിച്ചത് കൊണ്ട് അവർ നമ്മളെ പ്രണയിക്കണം എന്നില്ല. അവർ വിചാരിച്ചാൽ മാത്രമേ അവർ നമ്മളെ പ്രണയിക്കുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. പലരും ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്, നോക്കി അവളെ ഞാൻ പ്രണയത്തിലാക്കും, അല്ലെങ്കിൽ അവൻ എന്നെ പ്രണയിച്ചിരിക്കും നോക്കിയോ എന്നൊക്കെ പറയും. എന്നിട്ട് ചിലപ്പോൾ നമ്മൾ ശരിക്കും അവരോടുള്ള ഇഷ്ടം കൊണ്ടൊക്കെ ആയിരിക്കും പറയണ്ടാവുക. എന്നിട്ട് അവരോട് പോയി നമ്മൾ പ്രപ്പോസ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ശരിക്കും നമ്മൾ അവരെ പ്രണയത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവരങ്ങനെ പ്രണയത്തിലാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ ശരിക്കും നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് അവർ ആ ഒരു പ്രണയത്തിലേക്ക് വരുന്നത്. അല്ലാതെ നമ്മൾ വിചാരിച്ചത് കൊണ്ട് മാത്രം ആ ഒരാൾ പ്രണയത്തിലാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അവരെ കൂടി വിചാരിച്ചേ മതിയാവുള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു റിലേഷൻഷിപ്പ് വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ അതിന് ലവ് മാത്രം പോരാ എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് പല ആൾക്കാരുടെയും തെറ്റിദ്ധാരണയാണ്. അതായത് പലരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് അവളോട് അല്ലെങ്കിൽ അവനോട് പ്രണയം ഉണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ പ്രണയത്തോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം മതി എന്നുള്ളത്. അത് മാത്രം പോരാ. ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്, പരസ്പരം മനസ്സിലാക്കൽ അത്യാവശ്യമാണ്, പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. വിശ്വാസം, അതേപോലെ തന്നെ എഫേർട്ട് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോകുന്നതും സംസാരിക്കുന്നതും ഒക്കെ എല്ലാത്തിനും എഫേർട്ട് എടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു ലവ് ഉണ്ട്, അതായത് പ്രണയത്തിലാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ആ റിലേഷൻഷിപ്പ് സക്സസ് ആവില്ല. ലവ് മാത്രം പോരാ ഒരു റിലേഷൻഷിപ്പിന് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, ടിയേഴ്സ് ആൻഡ് ഫൈറ്റിംഗ് ഇസ് നോട്ട് ലവ് എന്നുള്ളതാണ്. അതായത് ഇപ്പം നിങ്ങൾ ഒരു പ്രണയത്തിലാണ്, പക്ഷെ നിങ്ങൾക്ക് അതിൽ എപ്പോഴും കരച്ചിലും അല്ലെങ്കിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിങ്ങും കാര്യങ്ങളും മാത്രമാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു പ്രണയമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഒരു യഥാർത്ഥ പ്രണയത്തിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ നമുക്ക് കരയേണ്ടി വരും, ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എപ്പോഴും അത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് എപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല, എപ്പോഴും നമുക്ക് കരയേണ്ടതായിട്ട് വരില്ല. പരസ്പരം നമുക്ക് മനസ്സിലാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ സമയം ഉണ്ടായിരിക്കും. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എന്ന് കരുതിയിട്ട് എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് അവിടെ കരയേണ്ടി വരുന്നുണ്ട്. എപ്പോഴും എന്ത് ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അവിടെ തർക്കങ്ങളും അടിയും ഒക്കെയാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു നല്ല പ്രണയമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രണയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ അവർക്ക് കൊടുക്കുക. അപ്പോൾ മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ. അതായത് അവരൊരുപാട് നിങ്ങളെ പ്രണയിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ പ്രണയം ആ പേഴ്സണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രണയം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുള്ളതാണ്. നമ്മൾ അങ്ങോട്ട് പ്രണയം കൊടുക്കാതെ ഇങ്ങോട്ട് ഒരിക്കലും കിട്ടില്ല. നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കാതെ ഇങ്ങോട്ട് സ്നേഹം കിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുള്ളൂ. സോ എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ,
നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി നോക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോവുള്ളൂ എന്നുള്ള സത്യവും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങോട്ട് ബഹുമാനം കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ എന്നുള്ളത്. ബഹുമാനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. സോ ആ ഒരു തിരിച്ചറിവോട് കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് 5 പരമമായ സത്യങ്ങളാണ്. ഈ സത്യങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങളൊരു റിലേഷൻഷിപ്പുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോയിട്ട് പോലും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. റിലേഷൻഷിപ്പ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.